അർജുൻ എന്ത് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ഐ ആം മേഴ്സി എഡ്വിൻ മറിയൻകുട്ടിക്ക് എറണാകുളം ആൻഡ് പത്തനംതിട്ടയുടെ ഫോൺ എടുത്തിട്ട് ലൈവ് പോകണം. ഇപ്പൊ ഞാൻ എല്ലാരും അവൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ പറയുന്നു. ഹാപ്പി വുമൻസ് ഡേയിൽ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി ആ 7-ാം തീയതി നോക്കണം അനൗൺസ് ചെയ്തിരുന്നു. മാർച്ച് 8-ാം തീയതി വുമൻസ് ഡേ അന്ന് ഷെയർ ചെയ്യുന്നവരെയും, അതായത് ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്നവരെയും, ഇൻസ്റ്റഗ്രാം, അതേപോലെ യൂട്യൂബ്, പിന്നെ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന, ഇപ്പൊ നോക്കി ഇവിടെ എന്റെ എല്ലാ സ്റ്റാഫും ഉണ്ട്, എന്റെ കസ്റ്റമേഴ്സും ഉണ്ട്, ഞങ്ങളെല്ലാം കൂടെ നിന്നിട്ടാണ് ഇപ്പൊ ഇവിടെ വുമൻസ് ഡേയുടെ കേക്ക് കട്ട് ചെയ്യും. അതിനുശേഷം നോക്കണം നമ്മളെ വിന്നറെ അനൗൺസ് ചെയ്യും. വിന്നറെ എന്ന് വെച്ച് കഴിഞ്ഞാല് 2 നൈറ്റ്സ് ഗോവ സൂറി ഹോട്ടലില് 2 പേർക്ക് ഫ്രീ അക്കോമഡേഷൻ ആണ്. അതിപ്പോ ഞാൻ ലെറ്ററും കാണിച്ചു തരാം. ആ ലെറ്റർ കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് മാർജിന്റെ ഫോൺ വേണ്ടിയത്. ആ ലെറ്റർ കാണിച്ചു തരാം. ഒരാളെ ആയിരിക്കും വിന്നറായിട്ട് അതിന് സെലക്ട് ചെയ്യുന്നത്. പിന്നെ 10 പേർക്ക് വുമൻസ് ഡേയുടെ സ്പെഷ്യലായിട്ടുള്ള എന്താ പറയുന്നത് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എങ്ങനെയാ പറയണമെന്നുള്ള. ആദ്യമേ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു പറയുന്നു. വുമൻസ് ഡേയുടെ സ്പെഷ്യലായിട്ടുള്ള കേക്ക് കട്ട് ചെയ്യുന്നു. എന്റെ സീനിയർ ആയിട്ടുള്ള, എന്റെ ഏറ്റവും കൂടുതൽ, എന്റെ ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള എന്റെ സ്റ്റാഫ് മേഴ്സി ആന്റി, പുള്ളിക്കാരത്തി ആയിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ എന്റെ ഹോൾസെയിലർ, ഓൺലൈന് എല്ലാരും ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ എന്റെ കസ്റ്റമർ ആണ്, ഇവരെല്ലാം കസ്റ്റമർ ആണ്. അപ്പൊ ഇവരുടെ പ്രസൻസിലാണ് നമ്മളിപ്പം വിന്നറെ സെലക്ട് ചെയ്യുന്നത്. മേഴ്സി ആന്റി കേക്ക് കട്ട് ചെയ്തു. അല്ലെങ്കിൽ എന്റെ എല്ലാരും കൂടെ വാ. എന്റെ ഷെറിന് എന്ത് ചെയ്യേ മാമ ലിജ ഷെറിനല്ല. അതുപോലെ നോക്കിയാൽ പത്തനംതിട്ടയിലും നമ്മൾ ഇപ്പൊ തന്നെ കേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ കേക്ക് കട്ടിങ്, പത്തനംതിട്ട നോക്കി എല്ലാരും അവിടെ പത്തനംതിട്ടയിൽ എല്ലാരും വരൂ. കേക്കുമായിട്ട് പത്തനംതിട്ടയിൽ എല്ലാരും കൂടെ സ്റ്റാഫ് എല്ലാരും കൂടെ നിൽക്കൂ. അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ പത്തനംതിട്ടയിലുള്ള കസ്റ്റമേഴ്സും. അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഷെയർ ചെയ്തിട്ട് ഈ ബോക്സിലുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരാളായിരിക്കും, ഞങ്ങൾ ആരുമല്ല എടുക്കാൻ പോകുന്നത്, വിന്നറെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് അതിനുള്ള പ്രൊസീജിയർ നടത്താം. അപ്പൊ മേഴ്സിയായിട്ട് കേക്ക് കട്ട് ചെയ്യാം. ഷെർണ, ലിജ, എന്ത് ഇവിടുന്ന് വാ, എല്ലാരും നിങ്ങൾ വാ, എല്ലാരും ഇങ്ങോട്ട് വരുന്നേ. എന്റെ ഒരു കസ്റ്റമർ ആയിട്ടുള്ള ഒരു മേഡം ഉണ്ട്. മേഡം എല്ലാരും കൂടെ കട്ട് ചെയ്ത് മുന്നേ സാർ ചേച്ചി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ പറയുന്നു. ഹാപ്പി വുമൻസ് ഡേ പറഞ്ഞ് സിന്ധു എന്തിയാ ആ മേഡം ഇങ്ങോട്ട് നീങ്ങി വന്നോ, വാ. അപ്പൊ എല്ലാരും കൂടെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വുമൺസ് ആണ്. പക്ഷെങ്കിൽ ആ വുമണിന്റെ കൂടെ എപ്പോഴും നോക്കിയേ ഒരു മെൻ കൂടെ വരുമ്പോഴാണ് അതിന്റെ ഏറ്റവും ഒരു ഹാപ്പിനെസ്. അപ്പൊ എന്റെ ഇവിടെ വന്ന ഈ മേഡത്തിന്റെ കൂട്ടത്തിൽ ഒരു സെറും വന്നിട്ടുണ്ട്. ആ സാറിന് ഞാൻ കേക്ക് കൊടുത്ത് വുമൺസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വുമൺസ് ഡേ. ഇനി നോക്കി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാണ്. എല്ലാരും സൈഡ് നടക്കുന്നു, അങ്ങനെ നിൽക്കാതെ നോക്കി. ഇതിന്റെ അകത്ത് മുഴുവൻ എല്ലാവരുടെയും പേരുകളുണ്ട്. ആ പേരുകളൊക്കെ അപ്പുറത്തൊട്ട് കാണിക്കാം. അവിടെ എല്ലാരും ഉണ്ട്. അവിടെ പത്തനംതിട്ട ഇതേപോലെ ലൈവായിട്ട് കാണുന്നുണ്ട്. പത്തനംതിട്ടയിലും നോക്കി അവിടെയും കേക്ക് കട്ടിങ് ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്, വുമൻസ് ഡേ കേക്ക് കട്ടിങ്ങും വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിപ്പോ അടുത്ത നമ്മുടെ പോകുന്നത് വിന്നറിനെ സെലക്ട് ചെയ്യാണ്. നോക്കി നമുക്ക് വന്നിട്ടുള്ള എല്ലാ പേരുകള് താഴെ എല്ലായിടത്ത് ഷെയർ ചെയ്തിട്ടുള്ളതും അതുപോലെ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് ഒന്നുമില്ല പുറത്തു നിന്നോ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവരുമാണ്. അപ്പൊ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം. മേഡം വന്നോളൂ.
കുഴപ്പമില്ല, മേഡം തന്നെ എടുത്തോളൂ. മേഡത്തിന് ഇഷ്ടമുള്ള ഒരാളുടെ പേരെടുത്തു. ഇവിടെ അതുപോലെ പത്തനംതിട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മേഡം ഇതിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരാളെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരുകളൊന്നും പോകാതെ, എന്റെ ഒരു കസ്റ്റമർ ആണ് കേട്ടോ, ഇന്ന് രാവിലെ ഫസ്റ്റ് വന്ന കസ്റ്റമർ ആണ്. ഇതാണ് സൗണ്ട് അതിന്റെ നോക്കിയേ, ഫസ്റ്റ് വിന്നർ. അതായത് ഗ്രീറ്റിംഗ്സ് ഫ്രം സൂറി. നോക്കിയേ, ഇതിന്റെ അകത്തിലെ ഗോവയില് സൂറി ഹോട്ടലിലെ 2 നൈറ്റ്സിൽ നോക്കി ഇവര് കസ്റ്റമർ നിൽപ്പുണ്ട്. ഇവരുടെ മുന്നേ വെച്ചിട്ട് തന്നെ കാണിച്ചിട്ടാണ്. അതിന്റെ വിന്നർ വന്നേക്കുന്നത് സോണിയ. ഫോൺ നമ്പർ 9539481178. നോക്കിയേ, ഈ കസ്റ്റമർ ആണ്. ഇത് ഷോപ്പിൽ നിന്നുള്ള പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം വെബ്സൈറ്റിലും പർച്ചേസ് ചെയ്ത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരുടെ പേര് മാത്രം ഷെയർ ചെയ്തിട്ട്, ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവരിൽ ആരോ ഒരാളാണ്. എനിക്കറിയില്ല ഏത് ഷോപ്പാന്നുള്ളത് അറിയില്ല. അപ്പൊ ഈ ആളാണ് വിന്നർ. ഇതിന്റെ വിന്നർ നോക്കി ഈ ആളാണ്. അതായത് സോണിയ 9539481178. ഇപ്പം ആ മേഡത്തിനെ വിളിക്കാൻ താല്പര്യമുണ്ട്. എങ്ങനെ വിളിച്ചിട്ട് കണക്ട് എങ്ങനെ ചെയ്യണം എനിക്കറിയത്തില്ല. വിളിച്ച ആ മേഡത്തിനോട് പറയണോ? നമ്മൾ ലൈവായിട്ട് പറയുന്നല്ലേ. ലിജ ഒരു ഫോൺ എടുത്ത് ഓക്കെ ഒന്ന് വിളിച്ചു തന്ന് 9539481178. അവിടെ എല്ലാരെയും കൂടെ ഇങ്ങനെ കാണിച്ചു വെക്കോ. അതുകൂടാതെ നോക്കിയാൽ നമ്മള് 10 പേരെ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഇതാണ് ആ സോണിയ ജോർജ് എന്നാണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്കറിയില്ല ആരാന്ന് ഏതാണെന്ന് ഒന്നും അറിയില്ല. അപ്പൊ ആ മേഡത്തിനെ നമ്മൾ ലൈവിൽ ഒന്ന് വിളിച്ചു നോക്കാം. കോള് പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ മേഡത്തിനോട് പറയാം. സ്പീക്കറിലാണ് ഇട്ടേക്കുന്നത്. ഇതാണുണ്ട്, സ്പീക്കറിലുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുന്നല്ല. ഹലോ 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 മാം, കേക്കാമോ? ഹലോ, സ്പീക്കറാണോ ഇത്? ആ മേഡം കട്ട് ചെയ്ത്. ബൈ ദ ടൈം ഇനി 10 പേരെ കൂടെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. സർ ഒരു 2 പേരെ ഒന്ന് എടുത്തോളൂ. സർ 2 പേരെ എടുത്തോളൂ. എങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ആള് റെക്സി ടോണി ആണ്. അടുത്ത ആള് ഞാൻ ഫോൺ നമ്പർ സഹിതം ഇവിടെ ഉണ്ട്. ഇത് ഫസ്റ്റ് വിന്നറുടെ റെക്സി ടോണി. അടുത്തത് രുദ്ര ഫാത്തിമ ഷിംജാദ്. മേഡം എടുത്തു, 2 പേരെ എടുത്തു. ആ ഫസ്റ്റ് വിന്നറിനെ പിടിച്ചോണേ. അടുത്ത നോക്കൂ, രാജൻ വർഗീസ് പത്തനംതിട്ടയിലെ ഒരു വിന്നർ വന്നു കേട്ടോ. രാജൻ വർഗീസ് അവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. രാജൻ വർഗീസ് പത്തനംതിട്ടയാണ്. ഓരോരുത്തരെയും വിളിച്ച് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അടുത്തതും പത്തനംതിട്ട തന്നെ വന്നു. മാളവികയാണ് പത്തനംതിട്ടയിൽ ഒരു വിന്നർ വന്നേക്കുന്നത്. ഇനിയും ഇവിടുന്ന് സൗമ്യ 2 പേരെ എടുത്തേ. എത്ര പേരായി? എടുക്കാം. ആ മേഡം മാർക്ക് ചെയ്തു. അടുത്തതും പത്തനംതിട്ട കസ്റ്റമർ തന്നെ വന്നേക്കുന്നത് കേട്ടോ. സൂസൻ കെവിൻ ആണ് അടുത്ത വിന്നർ വന്നേക്കുന്നത്. അടുത്തത് പ്രസാദ് ജോൺ. അതും പത്തനംതിട്ടയാണ് വന്നത്. കാരണം പത്തനംതിട്ട വന്നിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്ലാതെ ഇനി മിക്സ് ചെയ്തേ ഒന്ന്. ആ മേഡം എടുത്തു. ഇനിയുണ്ട് 1 2 6 പേര്. ഇനി 4 പേരെ കൂടെ എടുക്കാനുണ്ട്. ഇനി 4 പേര് ഓരോരുത്തരായിട്ട് എടുത്തിട്ട് തന്നു. എന്നാ മേഡത്തിന്റെ കൊടുത്തോ. അതിന്ന് എടുത്തോ മേഡം. അതിൽ ഇട്ടിട്ട് എടുത്ത് വാങ്ങാം. ഇതെന്റെ വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് കണ്ടോ. അതും പത്തനംതിട്ട തന്നെ വന്നേക്കുന്നത്. എനിക്ക് അറിയത്തില്ല, കാരണം എല്ലാരും
പത്തനംതിട്ടക്കാരുടെയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഞാൻ ഇതിലൊന്നും ഇതെല്ലാം എന്താ പറയുന്നത് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതും പത്തനംതിട്ട തന്നെയാണ് വന്നേക്കുന്നത്. എന്തോ പേര് പറഞ്ഞേക്കുന്നത് ജിൻസി അലക്സ. ഇപ്പൊ ഞാൻ ഇതിന്ന് ഒരെണ്ണം എടുത്തു. അടുത്തത് നോക്കിയേ, സിസിയാണ് അടുത്ത കസ്റ്റമർ വരുമ്പോ സിസിയാണ് വന്നേക്കുന്നത്. ഇനി അമ്മയുടെ ഒരെണ്ണം എടുത്തായിരുന്നു, ഷെറിനെ ഒരെണ്ണം എടുത്തു. അടുത്തതും വന്നേക്കുന്നത് പത്തനംതിട്ട കേട്ടോ. ഫുള്ള് പത്തനംതിട്ടയാണ് വിന്നറായിട്ട് മാറിയേക്കുന്നത്. ഞാൻ ഇതിൽ ഹെൽപ്ഫുൾ ആണ്, ഇതിൽ പിന്നെ ഹെൽപ്ലെസ് ആണ്. കാരണം ഇതിൽ കിടക്കുന്നത് അനുസരിച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. ഞാനല്ല എടുത്തേക്കുന്നത്, ഇവരെല്ലാമാണ് എടുത്തേക്കുന്നത്. അപ്പൊ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9. ഇനി ഒരാളൂടാണ് വിന്നർ. അത് ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം. നോക്കട്ടെ എങ്ങനെയാ വരുന്നേന്നുള്ളത്. ലാസ്റ്റ് ആണ്. അതിന് ശേഷം ഇനി വീഡിയോസ് കാണുമ്പോ ഷെയർ ചെയ്യുക. ഇതിൽ എവിടെയെങ്കിലും താഴോട്ട് വല്ലതും പോയിട്ട് ഒരെണ്ണം നോക്കട്ടെ. അടുത്ത ലാസ്റ്റ് വിന്നർ താര സ്റ്റീഫൻ. അത് എവിടെ സ്ഥലം എന്ന് എഴുതിയിട്ടില്ല. താര സ്റ്റീഫൻ ആണ് അടുത്ത വിന്നർ വന്നേക്കുന്നത്. അതിവിടെ എറണാകുളമാണ്. കാരണം പെൻസിൽ കൊണ്ട് എഴുതിയേക്കുന്നത് കേട്ടോ. എറണാകുളത്തിന്റെ ഒരു വിന്നർ വന്നു, താര സ്റ്റീഫൻ. അപ്പൊ ഇവിടെ നിൽക്കുന്ന എന്റെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു, സ്റ്റാഫിന് പറയുന്നു. അതുപോലെ എന്റെ ഹസ്ബൻഡ് ഇവിടെ നിപ്പുണ്ട്. എല്ലാരും ഫുൾ ടീമായിട്ട് നിപ്പുണ്ട്. വിന്നർ ആയവരുടെ എല്ലാം പേരും സഹിതം നമ്മള് വീഡിയോ റിലീസ് ചെയ്യും. അപ്പൊ ഒത്തിരി താങ്ക് യു സോ മച്ച്. മറ്റേ ആ മേഡത്തിന് ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. വിളിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മേഡത്തിനോട് പറയാം. 1 മിനിറ്റ് കൂടെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, കിട്ടുന്നോ നോട്ടെ. ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചു നോക്കുക. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മേഡമാണ് സോണിയ. സോണിയ എന്ന് പറഞ്ഞ ഇത് പിടിച്ചു. സോണിയ എന്ന് പറഞ്ഞ മേഡമാണ് ഇതിന്റെ 2 നൈറ്റ്സ് ഗോവ സൂറി ഹോട്ടലില് ഫ്രീ അക്കോമഡേഷൻ ആയിട്ടുള്ളത്. 2 പേരാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. വീഡിയോസ് കാണുന്നവര് ഷെയർ ചെയ്യുക. മേഡം അത് പിക്കപ്പ് ചെയ്യുന്നില്ല. ഡെഫിനറ്റ്ലി മാമിനെ കുറച്ച് കഴിഞ്ഞൂടെ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.